BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത തോൽവി. ജനവിധിയെ അംഗീകരിക്കുന്നു. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി LDF പ്രവർത്തിക്കും. പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ആദ്യ പ്രതികരണവുമായി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത തോൽവി. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി LDF പ്രവർത്തിക്കും. തിരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കും. പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും പിണറായി വിജയൻ. വിജയം നേടിയ UDFിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു. ഹമാസ് നേതാവ് ഖലീൽ ഹയ്യയുടെ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അസാം അൽ ഹയ്യയാണ് ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഹയ്യയുടെ 4ാമത്തെ മകനാണ് അസാം അൽ ഹയ്യ. ഗസയിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അസം വ്യാഴാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ബാസിം നയീം സ്ഥിരീകരിച്ചു. ഹൈക്കമാൻഡൊക്കെ വെറും ലോ കമാൻഡ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ പരിഹാസവുമായി കെ സുരേന്ദ്രൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പരിഹാസവുമായി BJP നേതാവ് കെ സുരേന്ദ്രൻ. ഹൈക്കമാൻഡൊക്കെ വെറും ലോ കമാൻഡ് എന്ന് പരിഹാസം. മുഖ്യമന്ത്രിയെ ലീഗ് തീരുമാനിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രിയെ ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ അദ്ദേഹം തീരുമാനിക്കും. ഇനി അങ്ങോട്ട് 5 വർഷവും ഇതുതന്നെ ഗതി. കാത്തിരുന്ന് കാണാമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി ചർച്ച കൊഴുക്കുന്നു. നിയുക്ത MLA-മാരുമായുള്ള AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കളുടെ ചരടുവലികൾക്കിടെ നിയുക്ത MLA-മാരുമായുള്ള AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ച പൂർത്തിയായി. റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറുമെന്നും തീരുമാനം AICC അധ്യക്ഷൻ എടുക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അജയ് മാക്കനും മുകുൾ വാസനയ്ക്കും പ്രതികരിച്ചു. സത്യപ്രതിജ്ഞ 15-ന് ശേഷമാകും ഉണ്ടാവുക. ബംഗളൂരുവിൽ മലയാളിയായ 47-കാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം പ്രതി ദീപക് കൃഷ്ണ പിടിയിൽ. ബംഗളൂരുവിൽ അതിക്രൂര മർദ്ദനമേറ്റ് 47-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോഗ് ഷെൽട്ടർ ഹോം ഉടമ പോലീസ് കസ്റ്റഡിയിൽ. കൊല്ലം സ്വദേശിയായ ദീപക് കൃഷ്ണയെ കർണാടക സൂലിബെല പോലീസാണ് പിടികൂടിയത്. കന്യാകുമാരിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ബസ് മാർഗം വരുമ്പോഴായിരുന്നു ഇയാൾ പോലീസിന്റെ പിടിയിലായത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട. ഇരിക്കൂറിൽ മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ്. കണ്ണൂർ ഇരിക്കൂറിൽ മാത്യു കുഴൽനാടനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ് ബോർഡ്. ഫ്ലെക്സിൽ മാത്യു കുഴൽനാടനെതിരെ രൂക്ഷ വിമർശനം. കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്ന് ഫ്ലെക്സിൽ പറയുന്നു. പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും ബോർഡിൽ പറയുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശനെ പിന്തുണച്ചതിൽ മുസ്ലിം ലീഗിനെതിരെ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരിക്കൂറിൽ വിമർശനവുമായി യൂത്ത് ലീഗ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. അലയൻസ് അരീനയിലും ബയേണിനെ പൂട്ടി PSG. ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ PSG ഫൈനലിൽ. ജർമ്മൻ ക്ലബായ ബയേൺ മ്യൂണിക്കിന്റെ തട്ടകമായ അലയൻസ് അരീനയിൽ പോയി വെന്നിക്കൊടി പാറിച്ച PSG യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക്. സെമി ഫൈനലിന്റെ 2ാം പാദത്തിലും 1-1 വിജയം സ്വന്തമാക്കിയ PSG മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തി. കഴിഞ്ഞ ആഴ്ച PSG മൈതാനമായ പാർക്ക് ഡേ പ്രിൻസസിൽ നടന്ന മത്സരം 5-4 PSG വിജയിച്ചിരുന്നു. ഇപ്പോൾ ഇരുപാദങ്ങളിലുമായി 6-5 ജയത്തോടെയാണ് ഫ്രഞ്ച് ക്ലബിന്റെ ഫൈനൽ പ്രവേശനം. ബുഡാപെസ്റ്റിൽ മെയ് 30 നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലാണ് PSG എതിരാളികൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.